എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവമ്പോരു ഹാക്ഷഹരി നാരായണായ നമാം. എൻ പാപമൊക്കെ അറിയുവാൻ എൻ്റെ കർമ്മബന്ധങ്ങളെയെല്ലാം തന്നെ വിലയിരുത്താനായിക്കൊണ്ട് ധർമ്മപതി യമധർമ്മരാജാവ് അഥവാ മൃത്യു ചിത്രഗുപ്തനുടെ യമധർമ്മരാജാവിൻ്റെ കാര്യസ്ഥനായ ചിത്രഗുപ്തനുടെ അഥവാ നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ട് സമ്പൂർണമായി രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കു കേട്ടിട്ട് എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും മളവമ്പോരു ഹക്ഷ എൻ പക്കലുള്ള ദുരിതങ്ങൾ എൻ്റെ കർമ്മബന്ധത്തിനെ വിലയിരുത്താൻ ഞാൻ എത്ര കണ്ട് നന്മകൾ ചെയ്തിട്ടുണ്ട് എത്ര കണ്ട് തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് തീരുമാനിക്കാനായിട്ട് ഭാവിക്കുമ്പോൾ അംബോരുഹാക്ഷ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നാരായണൻ തന്നെയാണ്. അല്ലയോ ഭഗവാൻ അംബോരുഹാക്ഷ, അവിടുന്ന് എൻ്റെ അടുക്കലുണ്ടാകണമേ. ഹരിനാരായണായ നമഃ. പാപ പരിഹാരിയായ നാരായണന് നമസ്കാരം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ, എൻ്റെ കർമ്മബന്ധങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ, എൻ്റെ കർമ്മകാണ്ഡത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അല്ലയോ ഭഗവാൻ അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടാകണേ എന്നാണ് പ്രാർത്ഥന. അതായത് ഏതൊരു സമയത്താണോ ദുഃഖമുണ്ടാകുമ്പോഴാവട്ടെ, ദുരിതങ്ങളുണ്ടാകുമ്പോഴാവട്ടെ, പ്രയാസമുണ്ടാകുമ്പോഴാവട്ടെ, സന്തോഷമുണ്ടാകുമ്പോഴാകട്ടെ, സദാസമയത്തും നമ്മളുടെ കൂടെ ആരുണ്ടാകണം എന്നാണ് പറയുന്നത്? ഭഗവാൻ ഉണ്ടാകണം. തീർച്ചയായിട്ടും നമ്മളുടെ കഷ്ടകാലത്തിലും ഉണ്ടാകണം. നമ്മളുടെ നല്ല കാലത്തും നമ്മൾ ഭഗവാനെ ചിന്തിക്കണം. സാധാരണയായിട്ട് നമ്മൾ കഷ്ടകാലത്തിൽ മാത്രമേ ഭഗവാനെ ചിന്തിക്കാറുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈശ്വരനെ സ്മരിക്കുന്നില്ല. അതാണ് ജീവിതത്തിൽ ഉള്ള പ്രയാസങ്ങൾക്കെല്ലാം തന്നെ കാരണം. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കൂടെ അവിടുന്ന് എൻ്റെ കർമ്മകാണ്ഡങ്ങൾ വിലയിരുത്തുമ്പോൾ, എൻ്റെ ബന്ധനങ്ങളെല്ലാം തന്നെ വിലയിരുത്തുമ്പോൾ അല്ലയോ ഭഗവാൻ അവിടുന്ന് കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരി ഓം.